അപ്പോൾ അതെ ഞങ്ങളുടെ മിക്ക ഷോർട്ട് വീഡിയോയിലും ഒരറ്റത്തും മുറിയുമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന സഫാരി ഇന്നിപ്പോൾ ഡെലിവറി പോകാൻ പോവുകയാണ്. നമ്മുടെ സിയോണിൽ നിന്ന് കസ്റ്റമർ പുറത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്ന് എടുക്കാൻ വരുന്നു എന്ന് പെട്ടെന്ന് അറിയുകയും പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നീറ്റായിട്ട് വാഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഗ്രഫൈൻ കോട്ടിങ് ഉൾപ്പെടെ ചെയ്തിട്ടാണ് ഷോറൂമിനകത്ത് ഈ ഒരു വണ്ടി ഇട്ടിരുന്നത്. പക്ഷേ ഷോറൂമിനകത്ത് കിടന്ന് തന്നെ ഇത് അല്പം പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രഫൈൻ കോട്ടിങ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നൊരു വണ്ടി കൂടിയാണിത്. കാരണം നോർമലി നമ്മൾ ഗ്രഫൈൻ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഡെലിവറി കൊടുക്കാറാണ് പതിവ്. വാഷ് ചെയ്യാനൊരു അവസരം കിട്ടാറില്ല. പക്ഷേ ഈ ഒരു വാഹനം ആക്ച്വലി നമുക്ക് വാഷ് ചെയ്യാനും പറ്റി. വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ബോഡിയിൽ നിൽക്കാതെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എത്ര ക്വാളിറ്റിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രഫൈൻ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഫുൾ ബോഡി പെയിൻറ്റിങ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. യെല്ലോ ആൻഡ് ബ്ലാക്ക് എന്ന കോമ്പിനേഷനിലാണ് ഈ ഒരു വാഹനത്തിന് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഇയർ വാറണ്ടിയുള്ള പെയിൻറ്റിംഗ് ആണ്. അത് ഹൈലൈറ്റ് ചെയ്യുകയാണ്. കാരണം 3 ഇയർ വാറണ്ടിയുള്ള ഹൈ ക്വാളിറ്റി പെയിൻ്റാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഫുൾ ബോഡി ഗ്രഫൈനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ഒരു അല്പം കൂടുതൽ ആക്സസറീസും മോഡിഫിക്കേഷൻസും ഒക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ ഇട്ടിരുന്ന വാഗണാറിൻ്റെ കസ്റ്റമറിനെ പോലെ തന്നെ ഈ വാഹനത്തിന് അത്ര അധികം ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമറിൻ്റെ വാഹനമാണ് ആക്ച്വലി ഈ ഒരു സഫാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്ത് ഒരുപാട് കാശ് ചിലവാക്കി നല്ലൊരു ഷോറൂം കണ്ടീഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളൊക്കെ അപ്പുറം ഒരു മിൻ കണ്ടീഷൻ ഒക്കെ പറയാൻ പറ്റുന്ന രീതിയിലോട്ട് വാഹനത്തിനെ ആക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബോഡി ക്ലാഡിങ്സ് എല്ലാം തന്നെ മെറ്റൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഫൈബർ യൂസ് ചെയ്തല്ല, പെർമനൻ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കണം എന്നുള്ള രീതിയിൽ മെറ്റൽ യൂസ് ചെയ്താണ് ബോഡിയുടെ ക്ലാഡിങ്സും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അത് ഫുൾ ബോഡിയിലാണ് കേട്ടോ. ബമ്പറും അതുപോലെ ഡോറിൻ്റെ ആ സൈഡിൽ വരുന്ന ക്ലാഡിങ്സും ഒക്കെ തന്നെ ഫുൾ മെറ്റലാണ്. പിന്നെ ബോണറ്റിന് മേളിൽ ഒരു ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ഷോർട്ട് വീഡിയോയിലൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് ഭയങ്കര ബോറായിപ്പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറോ അല്ലെങ്കിൽ ഡിസൈനോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമറിന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയിലാണ് അദ്ദേഹം മാറ്റിയിട്ടുള്ളത്. അത് കൊള്ളത്തില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ആക്കുന്നതിന് എന്തായാലും അധികാരമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഡിസൈനിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ബോണറ്റിൽ നിന്ന് തന്നെ കസ്റ്റമൈസേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് ബോണറ്റിൽ ചെറിയൊരു അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഒരു അല്പം മസിൽ ഫീൽ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ കാണുന്ന രീതിയിൽ യെല്ലോ ലൈൻസ് അല്ല കേട്ടോ അവിടെ വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് കൂടി വരാനായിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്തിട്ടില്ല. അതിന് നമ്മുടെ പെയിൻറ്റ് ബൂത്തിൽ പോയിട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമറിന് ഡെലിവറി കൊടുക്കാൻ പോകുന്നത്. അതിന് പുറമെ ഈ കാണുന്ന വീൽ ആർച്ചസും അതുപോലെ ബമ്പറിൻ്റെ കണ്ടിന്യൂഷനും ഡോറിലോട്ട് പോകുന്നതും എല്ലാം പ്യോർ മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കർവ് വെയിറ്റ് കൂടിയിട്ടുണ്ട്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ബോണറ്റിൻ്റെ ഏരിയയിൽ തന്നെ ചെറിയൊരു ഫോഗ് ലാംപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിന് സ്നോർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ ആൻഡ് ബ്ലാക്ക് എന്നുള്ളൊരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ കളർ. ആക്ച്വലി ഇത് ഫുൾ വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ആ ഒരു കളറിൻ്റെ എടുപ്പ് അറിയുന്നത്. നമ്മുടെ ഷോറൂമിൽ ഈ ഒരു വാഹനം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി കണ്ടിട്ട് ഷോറൂമിനകത്തോട്ട് കയറിയ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്രയ്ക്ക് ഐ കാച്ചിങ് കളർ കൂടിയിട്ടാണ്. അതും നല്ലൊരു പെർഫെക്റ്റ് പെയിൻറ്റിങ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു വാഹനത്തിനെ ആസ്വദിച്ച് തന്നെ തീർച്ചയായിട്ടും നോക്കും. ഈ എക്സ്റ്റീരിയറിന് പുറമെ ഇൻറ്റീരിയറിലും ചെറിയ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫുൾ ഇൻറ്റീരിയർ ഒരു ബ്ലാക്ക് തീമിലാണ് ആക്ച്വലി വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. ഡോർ പാഡും അതുപോലെ ഡാഷ്ബോർഡും സീറ്റ്സും എല്ലാം തന്നെ ഒരു ബ്ലാക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സ് ഒക്കെ തന്നെ നമ്മുടെ ഹഗ്ഗിങ് ടൈപ്പ് വരുന്ന ഒരു ബക്കറ്റ് സീറ്റാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ടി ഫീൽ വരുന്നതും അതുപോലെ എക്സ്റ്റെൻഡഡ് നമ്മുടെ തൈ സപ്പോർട്ടും ഒക്കെ ഉള്ള രീതിയിൽ ബ്ലാക്ക് ആൻഡ് യെല്ലോ എന്ന കോമ്പിനേഷനിലാണ് സീറ്റ്സ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ലെതറിൽ യെല്ലോ സ്റ്റിച്ചിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ 2 സീറ്റ്സും ബക്കറ്റ് സീറ്റും ബാക്കിൽ വന്നിട്ട് നോർമൽ സീറ്റ്സും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ റൂഫ് ഉൾപ്പെടെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ മൻസേലൊക്കെ ചെയ്തതുപോലെ തന്നെ ബ്ലാക്കിൽ റൂഫ് എല്ലാം തന്നെ ബ്ലാക്ക് മെറ്റീരിയൽ യൂസ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു സ്പോർട്സ് വെഹിക്കിൾ എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സഫാരിയുടെ ഇൻറ്റീരിയർ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ബാക്ക് സീറ്റ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വാഹനത്തിൻ്റെ റിയർ സീറ്റിൻ്റെ ആ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. സീറ്റ്സൊക്കെ അത്യാവശ്യം ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ഈ സീറ്റ്സിൻ്റെ നോർമൽ ഡിസൈനിൽ ചെയ്തെടുക്കുന്നതിൻ്റെ കോസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അറൗണ്ട് 28,000 ആണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അപ്രോക്സിമേറ്റ് 40,000 പ്ലസ് ആയിട്ടുണ്ടാവണം. ദെൻ ആ ഒരു റിയർ AC വെൻറ്റ്സ് ഒക്കെ തന്നെ നോർമൽ സഫാരിയിൽ വരുന്നത് ഒരു ബീച്ച് കളർ കോമ്പിനേഷനിലാണ്. അതൊക്കെ തന്നെ മാറ്റി ഫുൾ ഇൻറ്റീരിയർ ബ്ലാക്ക് തീമിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു സ്പോട്ടി ഫീലാണ് ആക്ച്വലി ഈ ഒരു വാഹനത്തിന് നൽകുന്നത്. പിന്നെ അലോയ്സ് ഒക്കെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആണ്. ഓക്കെ, സ്ഥിരം ചോദ്യം, ടയർ പ്രൊഫൈൽ എത്രയാണ്? അപ്പോൾ ഈ കാണുന്ന വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ വന്നിട്ട് 255/65 R16 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വന്നിട്ട്. 16 ഇഞ്ചാണ് ആക്ച്വലി. അത് അലോയുടെ ഡയമീറ്റർ ആണ്. സോ ഓവറോൾ ടയറിൻ്റെ പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും അതൊരു ഹ്യൂജ് അലോയുടെ ഡിസൈൻ ഈ ഒരു വണ്ടിക്ക് മാച്ചായിട്ട് വരുന്നത്. സെയിം തന്നെയാണ് നമ്മുടെ റിയർ ഡോറിലും ടയർ അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഹ്യൂജ് ടയർ പ്രൊഫൈൽ വരുമ്പോൾ തന്നെ വാഹനത്തിന് ഭീകരമായൊരു ലുക്കാണ് കിട്ടുന്നത്. ബാക്ക് ഡോറ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ എന്ത് നല്ല രീതിയിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നതെന്ന്. കാരണം ഈ സഫാരി ഇന്നിപ്പം നിലവിൽ ഒരുപാട് ആൾക്കാരെ ഭ്രമിപ്പിക്കുന്ന വണ്ടിയാണ്. ആക്ച്വലി ഈ ഒരു സഫാരി മാത്രമല്ല,
സഫാരി ഡൈക്കോറും സഫാരി സ്റ്റോമും ഒക്കെ തന്നെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഒരു വ്യക്തി കൂടിയാണ് ഞാനൊരു സഫാരി ഡൈക്കോർ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം വർക്കിന് വന്നപ്പം ഒരുപാട് കൊതിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വർക്ക് ചെയ്തത്. തന്നെ ഇത്തരത്തിലും സഫാരിയെ നമുക്ക് ഡീറ്റെയിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം കൂടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടിയത്. ഇന്നിപ്പോൾ നിലവിൽ ഈ ഒരു വാഹനത്തിന് കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലൊരു മാൻലി ഡിസൈനുള്ള SUV ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അത് ഈ വാഹനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് തോന്നുന്നൊരു ചോദ്യമാണ്. ഈവൻ ഇതിൻ്റെ ഇപ്പോഴത്തെ ജനറേഷനായിട്ടുള്ള ഏറ്റവും പുതിയ സഫാരിക്ക് പോലും ഒരിക്കലും ഈ ഒരു വാഹനത്തിൻ്റെ മാൻലി ഡിസൈനിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ 3 ഇയർ വാറണ്ടി വരുന്ന പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഗ്രഫൈൻ കോട്ടിങ്ങും ചെയ്ത് വാഹനത്തിനെ ഒരു ഷോറൂം കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. ഇനിയും ഈ വാഹനവും വെച്ച് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ നമുക്ക് ഇട്ട് തരും. കാരണം അദ്ദേഹം ഓൾറെഡി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് പെയിൻറ്റിങ്ങും ഡീറ്റെയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാം. അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ ഉടനെ റിപ്ലൈ തരാം. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം റിപ്ലൈ തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അത് ഞങ്ങളുടെ ഗ്രോത്തിന് കൂടി സപ്പോർട്ടീവ് ആയിരിക്കും. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ആനന്ദ് സൈനിങ് ഓഫ് വിത്ത് ദ ലെജൻഡറി സഫാരി ഫ്രം സിയോൺ. ബൈ ബൈ.